വന്നേക്കുന്നത് കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിച്ച റെസ്റ്റോറൻ്റ് ആയിരുന്നു. കുറച്ച് നാളത് പൂട്ടി കിടക്കണമായിരുന്നു ഇപ്പോൾ ഈ കൊറോണ സിറ്റുവേഷനൊക്കെ കാരണം. എന്താണ് ഒരുപാട് ലേറ്റായി. പക്ഷേ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യൂസീനാണ് ഇവിടെ കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ ഒരു റെസ്റ്റോറൻ്റായിട്ട് വളരെ സിമിലാരിറ്റിയൊക്കെ ഉണ്ട്. എൻ്റെയും അനുപയുടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റായ വേറൊരു റെസ്റ്റോറൻറ്റുമായിട്ട് വളരെ സിമിലാരിറ്റികളാണ്. ഇവിടുത്തെ ക്യൂസീൻ എന്ന് പറഞ്ഞാൽ തായ് പാനേഷ്യൻ ടൈപ്പ് ഓഫ് ക്യൂസീനാണ്. ഇപ്പോഴത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഈ കട ഒരുപാട് നാളായിട്ട് എനിക്ക് കാണിക്കണമെന്നും ട്രൈ ചെയ്യണമെന്നും വിചാരിച്ചുകൊണ്ടിരുന്ന വെച്ചാണ്. ഇന്നിപ്പോൾ അത് സാധിച്ചു. എന്തായാലും കണ്ടിട്ട് വാ. ലിറ്റിൽ സോയാണ് ഞങ്ങളിന്ന് കാണിക്കുന്ന കട. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കത്രിക്കടവ് പോകുന്ന വഴി നമ്മുടെ വിനായകയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ലെഫ്റ്റ് റോഡുണ്ട്, ഒരു പമ്പിനോട് സൈഡ് ചേർന്നിട്ട്. അവിടെ നിന്ന് വരുമ്പോൾ വീണ്ടും റൈറ്റ് സൈഡിലായിട്ടാണ് ഈ പറയുന്ന ലിറ്റിൽ സോയ് ലൊക്കേഷൻ കേട്ടോ. ഇവരുടെ ഡിസൈൻ വരെ നാസിമയൊക്കെ ആയിട്ട് വളരെ സാമ്യതയുണ്ട്. ഇവിടുത്തെ ക്യൂസീൻ കിട്ടുന്നതും നമ്മുടെ തായ്, മലേഷ്യൻ, സിംഗപ്പൂർ ഈ വക സംഭവങ്ങളാണ്. കൊറിയനൊക്കെ ഉണ്ടാ, ജാപ്പനീസ് ക്യൂസീനൊക്കെ ബേസിക്കലി പാനേഷ്യൻ. പക്ഷേ ഇവിടുത്തെ മെനുവും അത്യാവശ്യം നല്ല പ്രൈസി ആയിരിക്കും. അപ്പോൾ അതിനുള്ളതോ ഉണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാം. ഞാനത് മൊത്തം നോക്കട്ടെ, എന്നിട്ട് എന്താ ഓർഡർ ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ. പക്ഷേ ഇവിടെ സ്കാൻ മെനു ഉണ്ടോ? കേസ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി റാമനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ 2 റാമൻ ഓർഡർ ചെയ്യാൻ പോകണം കേട്ടോ. ബാക്കി ഫുഡുകളൊക്കെ നമുക്ക് പിന്നെ ഒന്ന് കഴിക്കാം. റാമനുള്ളപ്പോൾ റാമനാണ് ആദ്യം അല്ലേ? ആ അമ്മച്ചിയെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടു നോക്കി, നൈസല്ലേ? സൂക്ഷിയായിരിക്കും തോന്നി. എന്തായാലും ഇവിടുത്തെ ഫുഡ് നല്ലതാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. നോക്കട്ടെ. പക്ഷെ ഒരു കാര്യം മാത്രം എന്നെ എപ്പോഴും ഇങ്ങനെ ബാക്കോട്ട് വലിക്കുന്ന ഒരു സംഭവം വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അത്ര അഫോർഡബിൾ അല്ല ഇവിടുത്തെ മെനുയുടെയൊക്കെ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തുള്ള ടേസ്റ്റുള്ള കാര്യമുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. എന്താ ഞാൻ പറയാം, തുറന്ന് പറയാട്ടോ. ഈ ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ വരുമ്പോഴുള്ള ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കര ബഹളമായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? മറ്റുള്ള റെസ്റ്റോറൻറ്റ് പോലെയല്ല. ഈ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സിൽ എനിക്ക് ചില സമയത്ത് എനിക്ക് മന്തിക്കടകളെക്കാളും ബഹളം തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പന്നക്കോട്ടയല്ല, പിന്നാക്കോട്ട എന്നായിരിക്കും എഴുതിയേക്കണത്. എന്താ എഴുതിയേക്കണേ? അതെന്ത് സാധനം? പന്നക്കോട്ടെ. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പന്നക്കോട്ട എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നാക്കോട്ടയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞാൽ. അതിനിപ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഈ ബഹളം കൂടാനുള്ള മെയിൻ കാരണം ചിലപ്പോൾ വേറൊരു കാര്യം കൂടി ആവാന്ന്. ഇവിടുത്തെ സ്ട്രക്ചറിങ് കണ്ട, ഇവിടെ സൗണ്ട് ഡാമ്പൻ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ല. വെറുതെ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ മതിലൊക്കെ സൗണ്ട് ചെയ്യുന്ന മുട്ടി റിഫ്ലക്റ്റ് ചെയ്യുമെന്ന്. ആക്ച്വലി അത് അനുഭവം പറഞ്ഞതൊരു കറക്റ്റ് കാര്യം ആണ്. പക്ഷേ ഞങ്ങൾ സീറ്റൊന്ന് മാറി. ഇവിടെ കുറച്ചുകൂടി വെട്ടമുള്ളൂ, അപ്പുറത്ത് വെട്ടമില്ല. അവിടുത്തെ ലൈറ്റ് കിടന്ന് ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഓപ്പൺ കിച്ചണായിട്ട് ആ ചില്ലിട്ടേക്കണ അവിടെ പോയി എത്തി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉണ്ടാക്കണൊക്കെ ഫുഡ്. ഈ സാധനം എന്താണെന്ന് ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് വായിക്കാൻ പറ്റില്ല അതെന്താണെന്നുള്ളത്. നമ്മുടെ ഓണിയൻ ബ്രെയിനിലിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ നാറ്റഡി കോക്കോ അങ്ങനെ എന്തെങ്കിലും സാധനമാണോ? പക്ഷേ ഞാൻ കണ്ടുപിടിച്ചിട്ട് എന്താ സാധനം, സൂഷി ജിഞ്ചറാണത്. ഗൈസ് നല്ല ക്ഷമ വേണം കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് ഈ 2 റാമനാണ്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ്. ഓ, ഞാൻ എൻ്റെ പൊന്നെ പറഞ്ഞ് നാവെടുത്തില്ല, അപ്പോഴേക്കും വന്നിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ 20 മിനിറ്റ് ആയി ഓർഡർ ചെയ്തിട്ടെന്ന്, അപ്പോഴേക്കും വന്നിട്ടാ. ഇത് ബീഫ് ചിക്കൻ. ഓക്കെ. അപ്പോൾ 2 സാധനം വന്നു. ഇപ്പോൾ ഏതാ ചിക്കൻ ഏതാ ബീഫ് ഓർമ്മയുണ്ടോ? ഇത് ബീഫ്, ഇത് ചിക്കൻ. ഞാൻ ട്രൈ ചെയ്യാം തവണ. ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ബീഫ് ഷോയു റാമനാണ്. ഇതിനകത്ത് റാമൻ നൂഡിൽസ്, ബീഫ് ബ്രോത്ത് ടോപ്പ് വിത്ത് വോയിസിൻ ഗ്രിൽഡ് ബീഫ്, പിന്നെ എന്തൊക്കെയാ ബീഫ് ഫില്ലറ്റ്, മഷ്റൂമും ബോക്ചോയ് ആൻഡ് ഹാഫ് ബോയിൽഡ് എഗ് എന്നാണ് പറയുന്നത്. കൊള്ളാം. ഇതിൻ്റെ കണ്ടിന് കാണാൻ നല്ല രസമുണ്ട്. ഫസ്റ്റ് തിങ്, റാമൻ കുടിക്കുമ്പോൾ ആദ്യം ഓൾവേസ് ടേസ്റ്റ് ദ ബ്രോത്ത്.
കഴിച്ച് ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. ഞാൻ എന്നെ കൊണ്ട് പറ്റാന്ന് കഴിഞ്ഞാൽ അല്ലാതെ സംസാരിക്കാട്ടാ, വേറെ രക്ഷയില്ല. എൻ്റെ ബ്രോത്ത് കൊള്ളാട്ടോ, നല്ല ഫ്ലേവർ. ഗൈസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ കിടില്ല. ഞാൻ കാര്യമായിട്ട് എനിക്ക് എപ്പോഴും ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരു സാധനം വായിൽ വെക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ള അപ്പം തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റിങ്ക്റ്റീവോ പെട്ടെന്ന് എനിക്ക് വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ട് എനിക്കൊരു ഫുഡ് ഇഷ്ടപ്പെടാതിരിക്കും. ഇതിൻ്റെ ബ്രോത്ത് അടിപൊളിയായിട്ടാണ്. ഒരു റാമനെ സംബന്ധിച്ച് ഈ രാമൻ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചതുകൊണ്ടേ റാമെന്ന് വായിലൊന്നും വന്നില്ല. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ കിടില്ല. ഒരു ബ്രോത്ത് നന്നായി തന്നെ റാമൻ അടിപൊളിയാവും കേട്ടോ. നൂഡിൽസ് ഒന്നോടെ ഇത് വീറ്റ് നൂഡിൽസ് ആണെന്ന് തോന്നുന്നു. വീറ്റ് നൂഡിൽസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ജെന്യുവൻലി മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, ഹക്കാട്ട നൂഡിൽസ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഐ ഡൗട്ട് ഇറ്റ്, അറിയില്ല, ചോദിച്ചു നോക്കാം. റാമിന് പൊതുവെ യൂസ് ചെയ്യുന്ന ഹക്കാട്ട നൂഡിലാണ്. ഇതിനകത്ത് നല്ല അടിപൊളി ഓക്കെ. ഓ അവിടെ മഷ്റൂം സൂപ്പർ അടിപൊളിയുണ്ട്. ബീഫ് കഴിച്ചു നോക്ക്. ബീഫിലേക്ക് വരാട്ടാ, ഒന്ന് അടുപ്പിച്ച് കാണിച്ചു കൊടുക്കും. കഴിഞ്ഞ തവണ ഞാൻ അനുവയോട് പറയണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ അടുപ്പിച്ച് ഉള്ള ഷോട്ട് കുറവായിരുന്നു. നമ്മളോട് പ്രേക്ഷകരെപ്പോഴും പറയാറുണ്ട് അടുപ്പിച്ചുള്ള ഷോട്ട് കാണിക്കണമെന്ന്. ബീഫ് എനിക്കൊന്ന് മീഡിയം റയറാണെന്ന് തോന്നുന്നുണ്ട്. റോസ്റ്റ് ബീഫാണ് എന്തായാലും. സ്ലോ കുക്ക്ഡ് ആണെന്ന് തോന്നുന്നു. കഴിച്ചോട്ടെ. സൂപ്പർ. ബീഫിന് അതിൻ്റേതായ വേറൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കിടിലൻ റോസ്റ്റ് ബീഫ്. ഇത് പെട്ടെന്ന് പറയാൻ പറ്റും ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. എനിക്ക് വലിയ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പെട്ടെന്ന് നല്ല ഫ്ലേവർ കൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവർ യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ ഉള്ളതല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നേക്കണയാണ്. ഞാൻ ഇവരുടെ ചുറ്റും വെച്ചിരിക്കുന്ന സാധനങ്ങളും ശ്രദ്ധിച്ചായിരുന്നു. എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നേക്കണേ. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ടേസ്റ്റിൽ അറിയാൻ പറ്റും. റൈറ്റ് ഫ്രോം വെജിറ്റബിൾസ് ബോക് ചോയ്. ഇതാണ് ബോക് ചോയ് എന്ന് പറയുക. ഈ ഒരു പ്ലാന്റ്, ഈ ഒരു വെജിറ്റബിളിൻ്റെ പേര് അതാണ്, ബോക് ചോയ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇത് കഴിക്കണ കാണുമ്പോൾ പെട്ടെന്നൊരു പശു കഴിക്കണ പോലെയൊക്കെ തോന്നും. പക്ഷെ അത് സാധാരണ ഭയങ്കര അനുഭവമില്ല. ചൂടോടെ ഇത് പിടിച്ചോട്ടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് നിർത്തണേ. അത് നമുക്ക് ആസ്വദിച്ച് പിന്നീട് കഴിക്കാം. കഴിച്ചപ്പോൾ ഈ റാമൻ കുടിക്കും മുന്നേ ഞാൻ ഒന്ന് വെള്ളം കുടിച്ചിട്ട് പാലിലെ ടേസ്റ്റ് ഒന്ന് മാറ്റട്ടെ. ആ ടേസ്റ്റ് മാറാൻ വേണ്ടിയാണ്. ആദ്യം തന്നെ ബ്രോത്ത് ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതലുണ്ട്. ഗലങ്കൽ ഇഞ്ചിയുടെയൊക്കെ ഒരു ഫ്ലേവർ. ഇത് മിസോ റാമനാണ്. ഇത് കുറേയൊക്കെ കൊറിയൻ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള റാമനാണെന്ന് പറയേണ്ടി വരും. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നൊന്ന് വായിച്ചോട്ടെ. ഇവർ പറഞ്ഞിരിക്കുന്നത് റാമൻ നൂഡിൽസ് വിത്ത് വൈറ്റ് മിസോ ബ്രോത്ത്. വൈറ്റ് അല്ല, അത് കുഴപ്പമൊന്നുമില്ല. കൊറിയൻ ഫ്രൈഡ് ഗൊച്ചു ഗോങ്, അതെനിക്ക് പറയാൻ അറിയില്ല എന്തോ കൊച്ചു ഗോങ് എന്ന് പറഞ്ഞാൽ ചിക്കൻ എന്തോ പ്രത്യേക ഫ്ലേവറിൽ ചെയ്യുന്നതിനാണെന്നാണ് പറയുന്നത്. ഇതാണ് സാധനം. എന്തായാലും വക്കാമെ ചിക്കൻ ടോഫു ഉണ്ട് ഇതിനകത്ത്, ആൻഡ് ബോക് ചോയ് അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഈ ചിക്കൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇതുണ്ടോ ബ്രോത്ത് എന്തായാലും എനിക്ക് ഇഷ്ടമായി. ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓ ഭയങ്കര വെറൈറ്റി ടേസ്റ്റ്. നല്ല ക്രിസ്പി എന്ന് പറഞ്ഞാൽ ഒരു ഈ എന്താ ടെമ്പൂരയൊക്കെ കഴിക്കുന്ന പോലെ, ഈ ജാപ്പനീസ് ടെമ്പൂര എന്നൊരു സാധനമുണ്ട് അതുപോലെ ഉള്ളട്ടോ. നല്ല നല്ല ഫ്ലേവർ ഉണ്ട് ഇതിന്. ഓ ഇത് ഉണ്ടാക്കിക്കുന്ന രീതി തന്നെ കണ്ട നൈസല്ലേ. പക്ഷെ ഇവിടെ നല്ല ഫ്ലേവർ ഉണ്ട്. എന്നോട് ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്തൊരു കടയുണ്ട്. അത്
എന്തായാലും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന്. സൂപ്പർ. ഈ സമയത്ത് തന്നെ ഞാൻ ഒരു കാര്യം തുറന്നു പറയുന്നത്, കൊച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന റാമിന് ഇപ്പോൾ ഇതാണ്, പറയിക്കാൻ വയ്യ. നല്ലൊരു ഡൗട്ടില്ല, ഇത് രണ്ടും സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഉറപ്പാണ് അനുഭവം ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും വരാമെന്ന് പറയും. ഈ നൂഡിൽസ് ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. അവിടെ സെയിം തന്നെയാണ്. ഇത് പണ്ടാൻ ലീവ്സ് ആണെന്ന് അറിയില്ല, എന്ത് ലീവ്സ് ആണെന്ന് നോക്കട്ടെ. അല്ല, ഇത് ബോക്സോയുടെ ലീവ്സാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ അത് ടോഫു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോഫും ഇതിങ്ങനെ തന്നെ ഇത് ഇതെങ്ങനെ തോന്നണ്ട, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ടോഫുമാണ്, ഇത് ടോഫുമാണ്. അതിൻ്റെ അത് എനിക്ക് ചിക്കനും ടോഫു ഒരേപോലെയൊക്കെ തന്നെ ചെയ്തേക്കണമെന്ന് തോന്നുന്നു. അതെ, ഇത് ടോഫുമാണ്, മറ്റേത് ചിക്കനാണ്. ഈ സൈഡ് നോക്കി അറിയാതുണ്ട്, സൈഡ് ശ്രദ്ധിച്ചറിയാം. ഇത് ചിക്കനാണ്, കണ്ട, ഇത് ചിക്കനാണ്. പക്ഷേ ഈ സാധനം ടോഫുമാണ്. ഇനി എന്തായാലും അനുഭവം കഴിച്ചു നോക്കട്ടെ കേട്ടോ. രണ്ട് സൂപ്പർ കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പ്ലേറ്റ് തിരിച്ചു വെച്ചപ്പോഴേ അനുഭവം എന്നെ പ്ലേറ്റ് വലിച്ചുകൊണ്ട് പോയി. ഞാൻ ഒന്നും പറയാനില്ല, നീ കഴിച്ചു നോക്കിയിട്ട് നിന്റെ എന്താണ് അഭിപ്രായം തുറന്നു പറഞ്ഞു, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണെന്നൊക്കെ തുറന്നു പറഞ്ഞു. ക്വാണ്ടിറ്റി. ഇത് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറയുന്നതിന് പിന്നെ കുറച്ചുകൂടി അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയാം. ബ്രോത്ത് അടിപൊളിയല്ലേ, നല്ല ഫ്ലേവർ, ബേസ്റ്റിംഗ് വിത്ത് ഫ്ലേവർ. അത് മാത്രമല്ല, ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൽ ഓരോ സാധനങ്ങൾക്ക് ഇൻഡിവിജ്വലി നല്ല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. അങ്ങനെ വേണം റാമൻ. ഈവൻ നൂഡിലിന് ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട്. നൂഡിലിൽ ഫ്ലേവറുണ്ട്. വെറുതെ എന്താണ് നൂഡിൽ ഒരു സൈഡ് ഫ്ലേവർ, വേറെ സൈഡ് വെള്ളം, വേറെ സൈഡ്, അങ്ങനെയല്ല. നല്ല സിങ്ക് ഉണ്ട് എല്ലാം തമ്മിൽ. ആ ഷിറ്റാക്ക മഷ്റൂമാണെന്ന് തോന്നണം, എനിക്ക് ഉറപ്പില്ല എന്ത് മഷ്റൂമാണെന്നുള്ളത്. ഷിറ്റാക്ക എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഡിഷസിൽ യൂസ് ചെയ്യുന്ന മഷ്റൂം, അതാണെന്നറിയില്ല. കണ്ടിട്ട് എനിക്ക് അതുപോലെയൊക്കെ തോന്നിയായിരുന്നു. ഇത് ബീഫാണ്. ബീഫിൻ്റെ ഫ്ലേവർ നോക്കിക്കോട്ടെ. നല്ല സമയം എടുത്ത് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തേക്കണം ബീഫ്. ഇഷ്ടപ്പെട്ടോ നിനക്ക്? അതിന് മുഖത്ത് കാണാം. ഇനി നീ പറ, ഈ റാമനാണോ നല്ലത് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിച്ച റാമനാണോ നല്ലത്? ഡെഫിനറ്റ്ലി അല്ലേ. കണ്ട, ഞാനത് പറയുന്നത് കഴിച്ചു എന്ന് വെച്ചാൽ ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ. നമ്മൾ കുറേ സാധനങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ചിലത് ഒരു എന്താ പറയുക വർത്തിട്ടാണോ ആ പൈസയ്ക്ക്, അങ്ങനെയൊക്കെ. പക്ഷേ ഇത് തീർച്ചയായിട്ടും അഫോർഡബിൾ അല്ല. പക്ഷേ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ പൈസ കൊടുക്കുന്നതിന്, അത് ഞാൻ പറയാം. കാരണം ഇതിൻ്റെ ടേസ്റ്റ് വൈസ്, ക്വാളിറ്റി എല്ലാം വൈസ് ഐ ആം സാറ്റിസ്ഫൈഡ്. അതൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഡിഷ് നമ്മൾ പുറഞ്ഞായിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഇതിനേക്കാളും വില കുറഞ്ഞ് കിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു ഔട്ട്സൈഡ് ഫുഡാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവർ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ സാധനങ്ങൾ വെച്ചല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്തേക്കണോണ്ട് ഐ ഗിവ് ദം ദ ഗ്രേസ് മാർക്ക്. സാധനം ആ പൈസയ്ക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ മേടിക്കാൻ തയ്യാറാണ്. അതായത് നമ്മുടെ ലോക്കൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെറുതെ ഒരു തട്ടിക്കൂട്ട് റാമൻ ഉണ്ടാക്കി കൂട്ടിയിട്ട് റാമൻ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഐ കാൺ സപ്പോർട്ട് ഇറ്റ്. ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അപ്പം അങ്ങനെ ഉണ്ടാക്കിയാലും നന്നായാൽ മതി, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. ഇപ്പം ചൈനയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രത്തോളം അതൊരു ഇന്ത്യൻ മസാല ദോശയാവും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. ഇവിടെയുള്ള സാധനം വെച്ചിട്ട് പാനേഷ്യൻ ക്വിസീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രത്തോളം അതാവാനാ. സ്കില്ലുള്ളവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, അത് വേറെ കേസ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കഴിച്ചു നോക്കിയിട്ട് പറയണേ. ചിക്കൻ ഒരുപാട് വെള്ളം കുടിക്കണ്ട, കാരണം വെച്ചാൽ റാമൻ ഓൾറെഡി നല്ല ബ്രോത്തുള്ളതുകൊണ്ട് ആദ്യം ബ്രോത്ത് കുടിച്ചു. എൻ്റയർലി ഡിഫറെൻ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. വെറുതെ കുറേ ബ്രോത്ത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വെറുതെ കുറച്ച് സാധനങ്ങൾ ചേർക്കുന്ന സെറ്റപ്പ് അല്ല. ഇൻഡിവിജ്വലി അത് ഉണ്ടാക്കിയതാണ്. സമയം എടുത്തത് ഇപ്പം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? അവരിത് ഓരോന്ന് പ്രിപ്പയർ ചെയ്ത് വന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ക്ഷമ കാണിക്കണം കേസ്. നല്ല ഫുഡ് കിട്ടണമെങ്കിൽ ക്ഷമ കാണിക്കണം. ചിക്കൻ കിട്ടുമല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞു പറയിപ്പിങ്ങനെ അല്ല കേട്ടോ. ഞാൻ അതങ്ങനെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് തുറന്നു പറയാം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്നുള്ളത്. ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ?
എൻ്റെ ആൻസറും അത് തന്നെ. കാരണം രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ എനിക്ക് ബീഫിനോടാണ് ഒരു ചാഞ്ചാട്ടം, പക്ഷേ ഇത് രണ്ടും അടിപൊളിയാണ്. അതെ 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 അതെ. ആ ബോക്ചോയും നല്ല ടേസ്റ്റ് ഉണ്ട്. ടോഫു അത്രയ്ക്ക് എവിഡൻ്റ് അല്ല, കാരണം അത് കഴിച്ച് അതിൻ്റെ അകത്തേക്ക് എത്തുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ടോഫു എല്ലായിടത്തും തിന്നാന്ന് എനിക്കറിയില്ല ഞാൻ, കാരണം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം അധികം ഉണ്ടാവില്ല. ആ ബോക്സോയ്ക്ക് ഇടും, നല്ല ഫ്രഷ് ബോക്സോയ്. മുട്ടയിലൊക്കെ ഒന്നും ഞങ്ങൾ എത്തിയിട്ട് പോലുമില്ല. മുട്ടയൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നല്ലതായിരിക്കും. ഒരു ഹാഫ് ബോയിൽ ലുക്ക് തന്നെ ഉണ്ടായിന്. ചിക്കൻ ഓബ്വിയസ്ലി ബോൺലെസ് ആയിരിക്കും. ഹണി ടേസ്റ്റ് ഒക്കെ പോലെ. ആ അതെ, മധുരമുണ്ട്, ഒരു സ്വീറ്റ് ആൻഡ് സോർ ഫ്ലേവറാണ്. അതിന് മുകളിലുള്ള സാധനത്തിന് ഒരു സോയ് സോസിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ടേസ്റ്റാണ്. ബോക്സോയ് പക്ഷേ ആ സാധനത്തിന് നല്ല വിലയുള്ള ഒരു ഐറ്റം ഉണ്ടോ ബോക്സോയ്? നമ്മൾ സ്പിനാക്ക് നല്ല ഫ്രഷ്, അതെ പറഞ്ഞത്, നല്ല ക്രിസ്പി ഫ്രഷ്, അളിഞ്ഞുളിഞ്ഞിരിക്കണമല്ല, നല്ല നല്ല ഫ്രഷാണ്. അപ്പോൾ കേസ് എന്നാലും ഞങ്ങൾ കഴിച്ച് കണ്ടിന്യൂ ചെയ്യട്ടെ, ഒന്ന് ആസ്വദിക്കണം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. പക്ഷേ ഈ ബീഫ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടെ, ശ്രദ്ധിച്ച് നോക്ക്. ഒടഞ്ഞ്, അതായത് ഒടഞ്ഞ് നല്ല ടെൻഡറായിട്ടിരിക്കണത്. ഈ ടെൻഡറിൻ്റെ വാക്ക് എല്ലാ ഫുഡ് ബ്ലോഗേഴ്സായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഓവർ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ ഞാനത് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാറുള്ളൂ. ഞാനൊരു ഫുഡ് ബ്ലോഗർ അല്ലാതെ വേറെ കാര്യം. എന്നാലും ഞാൻ പറയുകയാണ്, ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നൽകാൻ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. നല്ല കിഡിലും ബീഫ് കേട്ടോ, കിഡിലും ബീഫ്. എൻ്റെ അടുത്ത് അനുഭ ഒരു കാര്യം പറഞ്ഞു, ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് അല്ലേ. കൊച്ചിയിൽ ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടിങ്ങനെ ഇത് മാത്രമാണ്. നമ്മുടെ റാമനോട് സാദൃശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു റാമൻ നെയിം ഇല്ലാത്തൊരു ഡിഷ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുണ്ട്. നാസിയമിൽ എക്സോ നൂഡിൽ സൂപ്പ് എന്ന് പറഞ്ഞിട്ട്, അത് കിടിലൻ സാധനമാണ്. പക്ഷേ ഒരു പ്രോപ്പർ റാമൻ എന്നുള്ള ഡിഷിൻ്റെ നിലയ്ക്ക് ദിസ് വൺ എക്സെൽസ് വേറെ ലെവലിൽ. ടോപ്പ് ഓഫ് മൈ ലിസ്റ്റാണ് ഇപ്പോൾ ഇത്. ദി ബെസ്റ്റ് ഹാവ് ഹാഡ് സോ ഫാർ. ജസ്റ്റ് എൻ്റെ ഊഹം തെറ്റിയില്ല, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഷിറ്റാക്ക മഷ്റൂമാണ്. ഷിറ്റാക്ക മഷ്റൂം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കിട്ടാൻ ഭയങ്കര പാടാണ് കൊച്ചിയിൽ കേട്ടോ. കേരളത്തിൽ തന്നെ കിട്ടാൻ നല്ല പാടായിട്ടുള്ളൊരു മഷ്റൂമാണ് ഷിറ്റാക്ക മഷ്റൂം. അത് ജാപ്പനീസ് ഡിഷിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ആകെ ഇതിന് മുന്നേ കണ്ടേക്കണത് നമ്മുടെ ഏഷ്യൻ കിച്ചൺ ബൈ ടോക്കിയോയിൽ മാത്രമാണ്. എന്തായാലും സംഭവം പൊളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഞങ്ങളിനി ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ പ്രൈസിങ് നമുക്ക് എപ്പോഴും അഫോർഡബിൾ അല്ല, അതുകൊണ്ടാണ്. എന്നാലും കിടില്ല, നമുക്കൊരു മനസ്സംതൃപ്തി, സന്തോഷം എല്ലാം കിട്ടി. പക്ഷേ ഞങ്ങൾ ബൗള് തീർന്നിട്ടാണ് രണ്ടുപേരും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്രഷ്ഡ് പെപ്പറാണ് അടി മൊത്തം അല്ലേ. എന്തൊരു ഫീലിംഗ് അല്ലേ, ഒരു എന്താ പറയുക, ഭയങ്കര ഉണർവ് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും. ശരിക്കും എനിക്ക് ഈ ഒരു ഫീലിംഗ് കിട്ടുന്ന ടിബറ്റിൽ മാത്രമാണ് അല്ലേ. അതെ, ഞങ്ങൾ അത്രയും ടയേർഡാണ് കഴിച്ചത്. ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എന്താ പറയുക, ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കണാണ്. തവിട് പൊടിയായിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് കുടിക്കുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തോ എവിടെ നിന്നും ഒരു എനർജി കിട്ടിയോടെ. ഈ മച്ചാൻ്റെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയാൻ പറ്റുള്ളൂ, പുള്ളിയുടെ ഓരോ കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റം. എല്ലാ സ്ഥലത്തും ചെന്നിട്ട് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറണം. ഓരോ ഡിഷും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു സ്പേസ് തരുകയും ചെയ്തു. ഞങ്ങൾ ചില റെസ്റ്റോറൻറ്റിൽ, നമ്മുടെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വളരെ ഫേമസ് ആയിട്ടൊരു മന്തിക്കടയുടെ ഇതിൽ. പുള്ളി വന്ന് പറഞ്ഞു തന്നതിനോട് നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഭയങ്കര ഓവറായിപ്പോയി. കാരണം നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഇവേഡ് ചെയ്ത ഫീലിംഗ് തോന്നിയായിരുന്നു. ഐ ഹാവ് നത്തിങ് പേഴ്സണൽ വിത്ത് ഹിം. എനിക്ക് ആ ഒരു വ്യക്തിയോട് ഒരു ദേഷ്യമില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരാളെ പേഴ്സണലി ഹറാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വിഷമപ്പെടുത്താനോ ഒന്നും പറയാറില്ല. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു. പക്ഷേ പുള്ളിക്ക് അത് മനസ്സിലായില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പുള്ളിക്ക് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. പുള്ളി ഓരോ കാര്യങ്ങൾ വളരെ ക്യൂറിയസ് ആണെങ്കിലും ക്ഷമയോടെ അവിടെ വെയിറ്റ് ചെയ്ത് ഞാനത് ആസ്വദിച്ചതിന് ശേഷം എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്ക് അല്ലേ എടുത്ത് പറഞ്ഞിട്ടുള്ള ആ കാര്യം. അപ്പം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ഞാൻ പൊതുവേ വീഡിയോ വരുന്നത് വരെ ആരോടും എൻ്റെ അഭിപ്രായം എന്താണെന്ന് തുറന്ന് പറയാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇതൊരു കൊച്ചി കഴിച്ച ഏറ്റവും ബെസ്റ്റ് റാമനാണെന്ന് പുള്ളിയെടുത്ത് പറഞ്ഞു.
പിന്നെ ഞങ്ങളുണ്ടല്ലോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞത് ഇതുണ്ട്, വയറൊക്കെ നിറഞ്ഞിരിക്കണേ സെറ്റാണ്. ഓ ഇത് ഇനി വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല, അത്ര ഫില്ലാണ് വയറിപ്പോൾ. വേറെ കാര്യമുണ്ട്, ഈ സാധനം 1/2 കിട്ടുമോ ഒന്ന് ചോദിച്ചു നോക്കാമല്ലേ. കാരണം വെച്ചാൽ ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യം ചിലവർക്ക് ഉണ്ടാവില്ല. 1/2 കിട്ടിയാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. 2 പേര് മാത്രമായിട്ട് കഴിഞ്ഞാണെങ്കിൽ നമ്മളെ പോലെ അത്രയും കഴിക്കാത്തവരാണെങ്കിലേ പുറം മേടിച്ച് 1/2 കഴിക്കാവുന്നതേ ഉള്ളൂ. അതൊന്ന് ചോദിച്ചു നോക്കാം, ചിലപ്പോൾ തരുമല്ലോ എന്ന് നമുക്ക് ചോദിക്കാം. ഗൈസ് ഞാനത് ചോദിക്കാൻ വേറെ കാര്യമുണ്ട്. നമ്മളൊരു സബ്സ്ക്രൈബർ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചായിരുന്നു, ചേട്ടാ ഈ റാമിനൊക്കെ 1/2 കിട്ടുമോ എന്നുള്ള. കാരണം സൂപ്പ് പോലത്തെ മിക്ക സാധനങ്ങളും 1/2 കൊടുക്കാറുണ്ട്. ഞാൻ ചോദിച്ചു നോക്കാം എന്തായാലും. ഗൈസ് ഞാനൊരു നറൂട്ടോ ഫാനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടാറ്റു ഉണ്ട്, അനിബയുടെ ടാറ്റു ആക്ച്വലി നറൂട്ടോയുടെ ഒരു സീലാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പുള്ളിയെടുത്തൊരു ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്, എന്നേലും നിങ്ങൾക്ക് നറൂട്ടോയിൽ റാമൻ കാണിക്കും. നറൂട്ടോ റാമൻ എന്നാണ് അറിയപ്പെടുന്നത്. നറൂട്ടോയുടെ ഒരു ഫേവററ്റ് ഡിഷാണ് ആ സാധനം. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കേരളത്തിൽ ആരും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ചോദിച്ചായിരുന്നു അവരുടെ അടുത്ത് എന്താണ് റാമൻ പോർഷൻ കുറവായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഒരു റാമൻ 4 ആയിട്ടോ 2 ആയിട്ടോ ഈ സിംഗിൾ അല്ലാതെ മേടിക്കാൻ പറ്റും. ഇവർ റെക്കമെൻഡ് ചെയ്യുന്നതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ഒരു റാമൻ മുഴുവത്തല കഴിക്കണമെന്നാണ്. കാരണം അങ്ങനെ കഴിച്ചാൽ ആ ഫുൾ ഫ്ലേവേഴ്സ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ കഴിച്ചപ്പോൾ പറഞ്ഞില്ല, ഓരോന്നിനും ഓരോ ഡിഫറൻറ്റ് ടേസ്റ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മൊത്തത്തിൽ കഴിക്കണമെന്ന്. പക്ഷേ അത്രത്തോളം വയറില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വന്യാണ് ആദ്യം ഒരു റാം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മേടിച്ചിട്ട് 4 പേർക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലതുണ്ടാവും. കഴിച്ചു നോക്കുക, എൻ്റെ അഭിപ്രായം പറയാം. റാമൻ ഞാൻ വീണ്ടും പറയുകയാണ്, ഇറ്റ് ഇസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സാധനമല്ല, ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുവരെ കഴിച്ചിരിക്കുന്ന ഒരു ഡിഷായിട്ട് ബന്ധമില്ലാത്ത സാധനമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ റാമൻ കഴിച്ചില്ലെങ്കിൽ എൻ്റെ ടോപ്പിക് സ്പോട്ട് ഇതാണ്. ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചു നോക്കി. എല്ലായിടത്തെയും ഞാൻ രാമൻ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്, പക്ഷേ ഇതിനെനിക്ക് അങ്ങനെ കളിയാക്കാൻ തോന്നാറില്ല. ഇത് കുറച്ചുകൂടി റാമനോട് നീതി പുലർത്തുന്നുണ്ട്. ഫൈനലി അപ്പം നമ്മൾ രാമൻ ലക്ഷ്മണൻ സീതേനെയൊക്കെ തപ്പി നടന്ന് അവസാനം ശരിക്കുള്ള റാമനിലെത്തി അല്ലേ. അത്യാവശ്യം കൊള്ളാവുന്നൊരു റാമൻ ഇവിടെ നിന്ന് കുടിച്ചു, അത് മാത്രമല്ല കഴിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. എന്താ പറയുക, കുറേ നാളായിട്ട് ഈ കട കണ്ടിട്ട് വരാൻ പറ്റാത്തതിലും നേരത്തെ വരാനിലും നമ്മളിവിടെ ആയിരുന്നു ആദ്യം കയറേണ്ടിയിരുന്നത്. ഇപ്പോഴാണ് ടൈം ആയത്, അതുകൊണ്ട് ഇവിടെ എത്തി. എന്തായാലും അല്ല എൻ്റെ കുറേ പൈസ പോയി. ഇവിടെ നേരത്തെ വന്നിരുന്നെങ്കിൽ എൻ്റെ കുറേ പൈസ ലാഭിക്കായിരുന്നു. ഞാനിവിടെ ഒരുപാട് എറണാകുളത്ത് സൂഷി സെർവ് ചെയ്യുന്ന കടകളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും നന്നായിട്ട് ഒരു വെയിറ്റർ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആദ്യമായിട്ട് കാണണം. സൂഷി എങ്ങനെ കഴിക്കണമെന്ന് പോലും, ഈവൻ വസാബി എത്രത്തോളം എടുക്കണം, എങ്ങനെ ആവണം അത് കഴിക്കേണ്ടതെന്ന രീതി പറഞ്ഞു കൊടുക്കണം. ഐ ആം സൂപ്പർ ഇംപ്രസ്ഡ്. ഇപ്പോൾ ബില്ല് വന്നിരിക്കുന്ന 1047 വേണ്ട. ഇവിടെ സർവീസ് ചാർജ് ഓൾറെഡി അവരെടുക്കും. എല്ലാം കൂടി ചേർന്ന് ശേഷം ഇപ്പോൾ എത്ര ഇത് 425 525 ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവസാനം ഇത്ര വന്നേക്കണത്. ഐ ആം വെരി ഹാപ്പി. കുഴപ്പമില്ല, എനിക്ക് പൈസ കൊടുത്താലും എനിക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. അപ്പോൾ വിഷ് ഇറ്റ് വാസ് അഫോർഡബിൾ, അത്രേ ഉള്ളൂ ഫോർ ഓൾ. എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അഫോർഡബിൾ ആയിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും ഇത് പറയാതിരിക്കാൻ വയ്യ. ബെസ്റ്റ് റാമൻ ഇൻ കൊച്ചി ദാറ്റ് വി ഹാവ് ടേസ്റ്റഡ് സോ ഫാർ, അങ്ങനെ വേണം പറയാം അല്ലേ. ഇതുവരെ കഴിച്ച ഏറ്റവും നല്ലതെന്ന് തോന്നിയ റാമൻ ഇവിടുത്തെ തന്നെയാണ്, ഉറപ്പിച്ച് ഡോട്ട് ഇട്ട് പറയും. പെട്ടെന്ന് അനുഭവിക്കൊരു സൊമാറ്റോ പ്രോ എന്ന് പറഞ്ഞ ഇവിടെ ഒരു പ്രോ എന്ന് പറഞ്ഞ എന്തോ സ്വിച്ച് ഉണ്ട്. നിൻ്റെ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. ഇല്ല, വീട്ടിൽ പോവാം. ഞാൻ കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കിഡിലൻ, എൻ്റെ വായിന്ന് അങ്ങനെ വരാത്തൊരു സാധനം, റെയറായിട്ട് മാത്രം വരുന്ന സാധനം. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എന്തായാലും വീണ്ടും വരും. അത്ര പറയാനുള്ളൂ, വേറെ പറയേണ്ട ആവശ്യമില്ല. സൂപ്പറാണ്, നല്ലതിനാ നല്ലതെന്ന് പറഞ്ഞല്ലേ പറ്റൂ. അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിട്ട്. ഭയങ്കര ഫുൾ, നമ്മുടെ വയറ് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരുന്ന ഒരു വയറും മനസ്സും ഒക്കെ നിറച്ചു. ഇത്ര പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒന്നും കൂടി ഞാൻ അടുത്ത് പറയുന്നുള്ളൂ, ഇങ്ങനത്തെ ഫുഡുകൾ ഉണ്ടല്ലോ എല്ലാവർക്കും കഴിക്കാൻ പറ്റണമെന്നാണ് എൻ്റെ മനസ്സുകൊണ്ടുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നല്ല ഫുഡ് കിട്ടുമ്പോൾ പ്രൈസ് അഫോർഡബിൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആവണേ എന്നുള്ളത്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും
കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. വീണ്ടും ഇവിടെ വന്ന് വേറെയും കുറേ ഫുഡ്സും ട്രൈ ചെയ്യും, ഇതും വീണ്ടും ട്രൈ ചെയ്യും. ഫാമിലി, ഫ്രണ്ട്സ്, നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൊണ്ടുവരും കേട്ടോ. ടാറ്റാ.